കേരള സർവകലാശാലയിൽ വിട്ടുവീഴ്ചയില്ലാതെ സിൻഡിക്കേറ്റും വൈസ് ചാൻസലറും. രജിസ്ട്രാർ KS അനിൽകുമാർ ഓൺലൈൻ ഫയൽ സിസ്റ്റം സർവകലാശാല പുനഃസ്ഥാപിച്ചു. എന്നാൽ രജിസ്ട്രാർ തീർപ്പാക്കുന്ന ഫയലുകൾ മാറ്റിവെക്കാൻ VC മോഹനൻ കുന്നുമ്മൽ നിർദ്ദേശം നൽകി. സർവകലാശാലയിൽ പ്രവേശിക്കരുതെന്ന VCയുടെ ഉത്തരവ് രജിസ്ട്രാറെ അറിയിച്ചിരുന്നതായും സെക്യൂരിറ്റി ഓഫീസർ VCക്ക് റിപ്പോർട്ട് നൽകി. VCക്കെതിരെ വൻ പ്രതിഷേധമാണ് ഇടതു വിദ്യാർത്ഥി യുവജന സംഘടനകൾ ഇന്നും നടത്തിയത്. കേരള സർവകലാശാലയിൽ ഓരോ നിമിഷവും അരങ്ങേറുന്നത് അസാധാരണ സംഭവങ്ങൾ. രജിസ്ട്രാർ KS അനിൽകുമാർ സർവകലാശാല ആസ്ഥാനത്തെത്തരുതെന്ന് കഴിഞ്ഞ ദിവസം VC നിർദ്ദേശിച്ചിരുന്നു. വിലക്ക് വകവെക്കാതെ KS അനിൽകുമാർ രാവിലെ തന്നെ സർവകലാശാല ആസ്ഥാനത്തെത്തി. നിർദ്ദേശമുണ്ടായിട്ടും സുരക്ഷാ ജീവനക്കാർ രജിസ്ട്രാറെ തടഞ്ഞില്ല. VC ചുമതലയേൽപ്പിച്ച മിനി കാപ്പൻ പ്ലാനിംഗ് വിഭാഗം ഡയറക്ടർ കസേരയിൽ തുടർന്നു. ചുരുക്കത്തിൽ VCയുടെ 2 ഉത്തരവുകളും പാലിക്കപ്പെട്ടില്ല. നിയമപരമായി മാത്രം കാര്യങ്ങൾ നടത്തുമെന്ന് KS അനിൽകുമാർ പ്രതികരിച്ചു. നിയമത്തിന്റെ വഴിക്ക് പോട്ടെ, നിയമം മുന്നോട്ട് പോകും. അതെ, കോടതി വിധി. പിന്നാലെ രജിസ്ട്രാറുടെ ഓൺലൈൻ ഫയൽ സിസ്റ്റം സർവകലാശാല പുനഃസ്ഥാപിച്ചു. ഇതോടെയാണ് രജിസ്ട്രാർ തീർപ്പാക്കുന്ന ഫയലുകൾ മാറ്റിവെക്കാൻ VC നിർദ്ദേശം നൽകിയത്. സർവകലാശാലയിൽ ഒരാഴ്ചക്ക് മേലെയായി നടക്കുന്ന അസാധാരണ സംഭവങ്ങൾ വിദ്യാർത്ഥികൾക്കുണ്ടാക്കുന്ന പ്രതിസന്ധി വലുതാണ്. പൂർണ്ണമായ പോലീസ് വിന്യാസത്തിലൂടെയാണ് വിദ്യാർത്ഥികൾ സർവകലാശാലയിലേക്ക് എത്തുന്നത്. സർവകലാശാലക്ക് അകത്തുകടക്കാനുള്ള AISF പ്രവർത്തകരുടെ നീക്കം പോലീസ് തടഞ്ഞു. ഗേറ്റിന് മുന്നിൽ DYFI AIYF പ്രതിഷേധവും നടന്നു. വൈകുന്നേരം VCയുടെ ശാസ്തമംഗലത്തെ വീട്ടിലേക്കും DYFI മാർച്ച് നടത്തി. വിദേശയാത്ര കഴിഞ്ഞ് VC നാട്ടിലെത്തിയെങ്കിലും സർവകലാശാലയിലേക്ക് വന്നിട്ടില്ല. തുടർ പ്രതിഷേധം ഉറപ്പെന്ന മുന്നറിയിപ്പിലാണ് ഇടതു വിദ്യാർത്ഥി യുവജന സംഘടനകൾ. മീഡിയ 1 തിരുവനന്തപുരം.